So once again, welcome back to our new video guys. ഞാനാണ് മാസ്റ്റർക്രാഫ്റ്റ് XD. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണ ഗൈസ് കുറച്ച് ഫണ്ണി ആൻഡ് ഇല്ലീഗൽ കമാൻഡ്സ് ഇതുപോലത്തെ. അപ്പോൾ ഈ കമാൻഡ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഗൈസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. ഈ കമാൻഡ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടുകാരെ എല്ലാവരെയും പഠിക്കാവുന്നതാണ് ഗൈസ്. നിങ്ങൾക്കും ചെയ്യാം, നിങ്ങളെ കൂട്ടുകാർക്ക് ചെയ്തും കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ആദ്യത്തെ കമാൻഡ് എന്ന് പറയുമ്പോൾ ഗൈസ് ഒരു ഡെഡ്ലി ഓറ കമാൻഡാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു കമാൻഡ് അടിച്ച് കമാൻഡ് ബ്ലോക്ക് എടുക്കുക. അത് കഴിഞ്ഞ് ഗൈസ് ഞാൻ ഈ സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഐയും ഒരു എല്ലും കിട്ടുന്നതായിരിക്കും ഗൈസ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ അതിനകത്ത് കമാൻഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അൻവിൽ എടുക്കുക, എന്നിട്ട് നെയിം ടാഗ് എടുത്തിട്ട് സ്റ്റാൻഡ് വേണമെന്ന് പേര് കൊടുക്കുക ഇതുപോലെ. എന്നിട്ടൊരു ആർമർ സ്റ്റാൻഡ് എടുത്തിട്ട് ഗൈസ് അതിൻ്റെ നെയിം കൊടുക്കുക സ്റ്റാൻഡ് 1 എന്ന്. അതിന് ഗൈസ് നിങ്ങളത് ഈ എല്ലിന് നടുക്കുള്ള ഈ കമാൻഡ് ബ്ലോക്ക് ഉണ്ടല്ലേ, ഇതങ്ങോട്ട് എടുത്തതിന് ശേഷം ഈ കമാൻഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അഥവാ കമാൻഡ് കാണാൻ പറ്റില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കമാൻഡും കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ ഗൈസ് ഇതിനകത്ത് എങ്ങനെ കമാൻഡ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ താഴത്തെ 3 കമാൻഡ് ബ്ലോക്കുകൾ റിപ്പീറ്റ് സെറ്റാക്കി കൊടുക്കുക. നടുക്കത്തെ കമാൻഡ് ബ്ലോക്ക് ഉണ്ടല്ലോ നമ്മൾ ആദ്യം എടുക്കുക, അതിന് മാത്രം നീഡ്സ് റെഡ് സ്റ്റോൺ വെച്ചിട്ട് ബാക്കി 2 ആൾവേസ് ആക്റ്റീവ് കൊടുക്കുക. എന്നിട്ട് മണ്ടയിലത്തെ 4 കമാൻഡ് ബ്ലോക്കിൽ ചെയിൻ കൊടുക്കുക. എന്നിട്ട് കണ്ടീഷൻ ഉണ്ടല്ലോ, അത് കണ്ടീഷണൽ ഇപ്പോൾ കാണിക്കുന്നില്ല, പക്ഷേ അത് കാണിക്കുന്ന ലാസ്റ്റ് അതാക്കുക. പിന്നെ ആൾവേസ് ആക്റ്റീവ് 4 കൊടുക്കുക. ഒരെണ്ണം മാത്രം നീഡ്സ് റെഡ് സ്റ്റോൺ വെക്കണം. അതാണ് നമ്മളെ മറ്റേ ആദ്യം എടുത്ത റിപ്പീറ്റ് കമാൻഡ് ബ്ലോക്ക്. എന്നിട്ട് എല്ലാ കമാൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഈ കമാൻഡ് വർക്ക് ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയലും. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ഗൈസ് കമൻറ്റിൽ പറയുന്നാൽ മതി, ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരാം ഗൈസ് എന്താ കുഴപ്പമെന്നുള്ളത്. ഇനി ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതും കൂടെ ഉള്ളു കാണിക്കാൻ. ഞാൻ കണ്ടീഷണൽ കൊടുക്കുക. അത് കഴിഞ്ഞ് കയ്യിലൊരു ലിവർ എടുത്ത് വയ്ക്കുക. ലിവർ എടുത്ത് വെച്ചതിന് ശേഷം ഗൈസ് നിങ്ങൾ ഈ ഒരു കമാൻഡ് ബ്ലോക്ക് വെച്ചിട്ട് ഇതിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ടാഗ് കൊടുക്കുക അറ്റസ് ആഡ് മീ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഗൈസ് വേറൊരു കമാൻഡും കൂടെ ഉണ്ട്, ഗെയിം റൂൾ കമാൻഡ് ബ്ലോക്ക് ഔട്ട്പുട്ട് ഫാൾസ്. അതും കൂടെ കൊടുത്തതിന് ശേഷം ഗൈസ് ഈ ഒരു ലിവർ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങളാവും ഗൈസ് ഫുട് പാത്തിലെ ഗോസ്റ്റ് റൈഡർ. ഗൈസ് ഓറ കാണിക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു മഷീൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട നമ്മളെ ഓറ മാക്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 99 ഓറയാണ് ഗൈസ്. നമുക്ക് നമ്മളെ മോബ് തൊടുന്നതായിട്ട് അടുത്ത് വരാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ഓറയാണ്. കൊള്ളാല്ലേ? ഈ ഒരു ഇല്ലീഗൽ ട്രിക്കിനായിട്ട് ഗൈസ് ഒരൊറ്റ കമാൻഡ് ബ്ലോക്ക് മതി. ആദ്യം കമാൻഡ് ബ്ലോക്ക് പ്ലേസ് ചെയ്യുക ഗൈസ്. എന്നിട്ട് ആ കമാൻഡ് ബ്ലോക്കിൽ നിങ്ങളവിടെ റിപ്പീറ്റും ആൾവേസ് ആക്റ്റീവ് സെറ്റ് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഗൈസ് നിങ്ങൾ ഈ ഒരു കമാൻഡ് ഇട്ട് കൊടുക്കുക. ക്രിയേറ്റീവ് മെനു എന്ന് ഗൈസ് ഒരു ക്ലോക്ക് ഇങ്ങോട്ട് എടുക്കുക. ക്ലോക്ക് ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഗൈസ് നിങ്ങളൊരു മോബിനെ അടിച്ചിട്ട് ക്ലോക്ക് കൈ പിടിച്ച് നോക്കുക. അതിന് ഗൈസ് ആ ഒരു പിഗ് ഇപ്പം ഞാൻ ഒരു പിഗിനെ അടിച്ച് ആ പിഗ് നിങ്ങളെ ചങ്കിന് ഊക്കൊള്ളുമ്പോൾ ഏറി നിൽക്കുന്ന പോലെ ഈ പിഗ് ഏറി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ക്ലോക്ക് കയ്യിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ പിന്നെ അത് താഴെ വീഴും. പിന്നെ ക്ലോക്ക് പിടിക്കണേ പിന്നെ മുകളിൽ വീഴും. അപ്പോൾ ആ ട്രേഡറിനെ ഞാൻ അടിച്ച് പിന്നെയും ക്ലോക്ക് പിടിച്ച് ആ ട്രേഡർ മാനത്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഈ കമാൻഡ് നിങ്ങളെ വേണമെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ പറ്റുക. ഫ്രണ്ട്സിന് ഇങ്ങനെ കറങ്ങാൻ പറ്റും, പക്ഷേ ഓടാൻ പറ്റില്ല. ഈ ട്രിക്ക് കൊള്ളാമല്ലേ? ഓക്കെ, നിങ്ങളെല്ലാവരും പലരിലും കേട്ടിട്ടുണ്ടാകും ഗൈസ് നമ്മളെ ഈ ഒരു മോർഫ് മോഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏതൊരു മോബിലോട്ട് ഷിഫ്റ്റ് ആകാൻ പറ്റും ആ ഒരു മോഡ് ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ഇതാണ് ഗൈസ് നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലോ ബഡ്ജറ്റിലുള്ള ഒരു മോർഫ് മോഡ്. ഇത് നമ്മൾ കമാൻഡ്സ് യൂസ് ചെയ്യണം ചെയ്യുന്നത്. ആദ്യത്തെ കമാൻഡ് ബ്ലോക്കിൽ 6 കമാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലൊരു കമാൻഡ് ബ്ലോക്ക് വെച്ചിട്ട് അതിനകത്ത് ഈ ഒരു കമാൻഡ് ഇട്ട് കൊടുക്കുക ഗൈസ്. ഒന്നും ചെയ്യല്ലോ അവിടെ, എല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ട്. അതിന് ഗൈസ് നമ്മൾ ഇച്ചിരി മാറി അങ്ങോട്ട് ഈസ്റ്റ് വശത്തോട്ട്, അല്ലെങ്കിൽ ആ കമാൻഡ് ബ്ലോക്ക് ഇരിക്കുന്ന വശത്തോട്ട്, നിങ്ങൾക്ക് ഏത് സൈഡിലാണ് കമാൻഡ് ബ്ലോക്ക് ഇരിക്കുന്ന അവിടെ 2 കമാൻഡ് ബ്ലോക്ക് വെച്ചിട്ട് കൊടുത്ത് ബാക്കിലൊരു റിപ്പീറ്റ് കമാൻഡ് ബ്ലോക്ക്, ഫ്രണ്ടിലൊരു ചെയിൻ കമാൻഡ് ബ്ലോക്ക്. ആ റിപ്പീറ്റ് കമാൻഡ് ബ്ലോക്കിൻ്റെ മണ്ടയിൽ ഒരു ലിവർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ റിപ്പീറ്റും മാത്രം വെച്ച് കൊടുത്തിട്ട് ഗൈസ് നിങ്ങൾ ഇവിടെ ഈ ഒരു കമാൻഡ് ഇട്ട് കൊടുക്കുക. ആ എൻ്റെ പേര് കിടക്കുന്നതിന് പകരം നിങ്ങളെ യൂസർ നെയിം ഇട്ട് കൊടുക്കുക. അതിന് ഗൈസ് നിങ്ങൾ ചെയിൻ ബ്ലോക്ക് എടുക്കുക. ചെയിൻ ബ്ലോക്ക് എടുത്തതിന് ശേഷം ഗൈസ് നിങ്ങളവിടെ ചെയിൻ കൊടുക്കുക. ഇനി കണ്ടീഷണൽ കൊടുത്തിട്ട് ആൾവേസ് ആക്റ്റീവ് കൊടുത്താൽ മതി. അതിന് നിങ്ങൾ ആ കമാൻഡിനകത്ത് അവിടെ എൻ്റെ പേര് കൊടുത്തിരിക്കുന്നതിന് പകരം യൂസർ നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് ഗൈസ് നിങ്ങൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ അവിടെ എന്തോ പേര് കൊടുത്തിരിക്കുന്നത് ആ ഒരു മോബ് സ്പോൺ ആയി കഴിയും. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ലിവറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്തോ കുഴപ്പമുണ്ട് ഗൈസ്, ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഒന്നും കൂടെ നിങ്ങൾ ആ ബട്ടണിനെ ഈ ലിവർ നിൽക്കുന്നതോടെ നിങ്ങൾക്ക് കിട്ടും ഗൈസ് മോർഫ് മോഡ് ഫ്രം മീഷോ. അപ്പോൾ ഗൈസ് ഈ മോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് നിങ്ങളെ കൂട്ടുകാരൊക്കെ പറ്റിക്കുക. നിങ്ങളെ കൂട്ടുകാർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾ ഇൻവിസിബിലിറ്റി പോർഷനായിട്ട് നിങ്ങളൊരു മോബ് ആകുമ്പോൾ അത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അവർക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് ആ മോബിനെ ഉപയോഗിച്ച് മതി എങ്കിൽ ഒരു സോഡ് എടുത്ത് വെട്ടി കൊല്ലുക, അപ്പോഴേ ആ എഫക്റ്റ് തീരുന്നതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് പ്ലേസ് മാറ്റി ഇഷ്ടമുള്ള മോബിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ കാറ്റെന്ന് കൊടുത്ത്, പക്ഷേ ഞാൻ കാറ്റെന്ന് കൊടുത്തതിന് ശേഷം ലിവർ ഞെക്കിയപ്പോൾ ഗൈസ് ഒരു അബദ്ധമാണ് പറ്റിയത്. ഇവിടെ 2 പൂച്ചകളെ ഞാൻ കൈതാട്ടി സ്പോണാക്കി, 2 എൻ്റെ പുറത്ത് മെർജായി ഗൈസ്. എന്താണെന്തോ ബഗ്. എന്തായാലും കൊള്ളാമല്ലേ? ഓൾ റൈറ്റ്, ഇതിനായിട്ടായിട്ട് നിങ്ങൾക്ക് കമാൻഡ് ബ്ലോക്ക് ഒന്നും യൂസ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഈ ഒരു കമാൻഡ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ പ്ലേ ആനിമേഷനോട് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്ത ശേഷം ഗൈസ് ഇവിടെ നിങ്ങൾ ഒരു @s എന്നും കൂടെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ അടിച്ചു കൊടുക്കണം animation.gast.scale എന്ന് അടിച്ചു കൊടുക്കണം. സ്കെയിൽ എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് പിന്നെ ഒരു സ്കെയിലങ്ങ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു 99 അടിച്ചു കൊടുക്കുന്ന അവിടെ നിങ്ങളായിരിക്കും ഗൈസ് ഒരു ഹൾക്ക്. എന്തായാലും ഈ ഹൾക്ക് കൊള്ളാമല്ലേ? ഇത് ഇച്ചിരി കുറഞ്ഞ ഹൾക്കാണെങ്കിൽ പോലും ഇത് കൊള്ളാം. നമ്മളെ കടയിൽ ആ പച്ചക്കറി പോലെ, പക്ഷേ ഈ പച്ചക്കറിയില്ല, മാറിപ്പോയി ഈ പച്ചക്കറി. പക്ഷേ എഡിറ്ററൊന്ന് മാറ്റിപ്പിടിയിടേ, പറഞ്ഞ പോലെ ഞാൻ തന്നെ എഡിറ്റർ.
ഇതിട്ട് വേണമെങ്കിൽ നിങ്ങളെ കൂട്ടുകാരൊക്കെ കണ്ടാൽ നിങ്ങളെ കൂട്ടുകാർ ചിരിച്ചിരിച്ച് മരിക്കുന്നതായിരിക്കും ഗൈസ്. എന്തായാലും ഇതെങ്ങനെ മാറ്റേണ്ടതെന്നുള്ളതാണ് ഇനി അടുത്തത്. ഇത് മാറ്റാനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇങ്ങനെ കാത്തിരുന്നാൽ മതി. 99 സെക്കൻഡാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ 99 സെക്കൻഡ് കഴിഞ്ഞ് നിങ്ങളെ ബോഡി ഇതുപോലെ ഷ്രിങ്ക് ആവും. ഷ്രിങ്കായി പഴയ സൈസിലോട്ട് എത്തുന്നതായിരിക്കും. കൊള്ളാമല്ലേ ഇതും? ഈ ഒരു കമാൻഡിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കമാൻഡ് ബ്ലോക്ക് താഴെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾ ചെറിയ 2 കമാൻഡ് കൊടുത്താൽ മതി. അവിടെ റിപ്പീറ്റ് എന്ന് ആദ്യമേ സെറ്റ് ആക്കണം, പിന്നെ തന്നെ ആൾവേസ് ആക്റ്റീവ് സെറ്റ് ആക്കി. അതിന് ഈ ചെറിയൊരു കമാൻഡ് ഇട്ട് കൊടുക്കുക. അതിന് നിങ്ങൾക്ക് ലാസ്റ്റ് ഇഷ്ടമുള്ള ബ്ലോക്ക് കൊടുക്കുക. അപ്പം ഞാൻ ഐസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കമാൻഡ് മാറ്റുന്നതുകൊണ്ട് നമുക്ക് ഐസ് ബ്ലോക്ക് സ്പോൺ ആവാൻ സ്റ്റാർട്ട് ചെയ്യും 2x2 ആയിട്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ടയ്ക്കോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ താഴോട്ട് വരാക്കത്തില്ല. കാരണം നിങ്ങളിത് എത്ര വേഗത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ പിറകെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഫണ്ണും ആവാം. ഇതുപോലെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫണ്ണൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്കും കൊടുക്കാം. പക്ഷേ ഫണ്ണ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ റെൻഡർ ഡിസ്റ്റൻസിൻ്റെ പുറത്തോട്ട് പോയാൽ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ റെൻഡർ ഡിസ്റ്റൻസിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് അകത്ത് പോവുക. അകത്ത് പോകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ബ്ലോക്ക് പിടിച്ച് താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് താഴോട്ട് വരാൻ പറ്റും. അത് കഴിഞ്ഞാൽ അവിടുത്തെ ഞാൻ ഇപ്പോൾ ഐസ് മാറ്റി ഡയമണ്ട് ബ്ലോക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ഡയമണ്ട് ബ്ലോക്ക് സ്പോണായി. അതുപോലെ ഇഷ്ടമുള്ള ബ്ലോക്ക് നിങ്ങൾ അടിച്ചു കൊടുക്കുക, ഇഷ്ടമുള്ള ബ്ലോക്ക് സ്പോണാവും. ഇത് നിങ്ങളെ കൂട്ടുകാരെയൊക്കെ കാണിക്കുക ഫണ്ണിന്. ഇതൊരു ഫണ്ണി കമാൻഡാണ് ഗൈസ്. ഇതിനൊരു മുട്ടനൊരു കമാൻഡാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ ഇവിടെ കമാൻഡ് ബ്ലോക്ക് പ്ലേസ് ആയിട്ട് അതിനകത്ത് നിങ്ങൾ ഇവിടെ റിപ്പീറ്റ് സെറ്റ് ആക്കിയ, എന്നിട്ട് ആൾവേസ് സെറ്റ് ആക്കി കൊടുക്കണം ഗൈസ്. അത് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ കമാൻഡ് ഇട്ടാൽ മതി. ഈ ഒരു കമാൻഡ് നിങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളൊരു ആൻവിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റിക്കിൻ്റെ പേര് മാറ്റി സബ്സ്ക്രൈബ് ടു മാസ്ക്രാഫ്റ്റിക്സ് ഇത് കൊടുക്കുക ഗൈസ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു സ്റ്റിക്ക് കൈ പിടിച്ചോണ്ട് ഏതെങ്കിലും ഒരു മോബിൻ്റെ അടുത്തോട്ട് പോയി. ഇപ്പം ഞാൻ ഒരു മോബിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ മോബ് നമ്മളെടുത്ത് അയ്യത് വരച്ചു ഇതുപോലെ കാരണം നിങ്ങളെ ഒരു മോബിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അടുത്തോട്ട് ചെല്ലുന്ന ഉടനെ ഇതുപോലെ 1 കിലോമീറ്റർ അപ്പുറം പോയി വീഴുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾ ആയിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇതുപോലെ കൊള്ളാമല്ലേ ഗൈസ് ഇതുപോലത്തെ കമാൻഡൊക്കെ? ഓ ഗൈസ് വെയിറ്റ് നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 100 സബ്സ്ക്രൈബറിൻ്റെ തൊട്ടടുത്താണ് ഗൈസ്. ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് കൊടുക്കണം ഗൈസ്. എന്നിട്ട് നമ്മൾ അടുത്ത ഒരു പുതിയ സീരീസ് തുടങ്ങാതിരിക്കുകയാണ്. അത് ഞാൻ ഏതാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പറയാം. എന്താ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? പൊട്ടിക്കണ വേടി ചുമ്മാ പറഞ്ഞു ഗൈസ്. ഈ ഒരു കമാൻഡിനായിട്ട് ഗൈസ് നിങ്ങൾ ഒരു 3 കമാൻഡ് ബ്ലോക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ കമാൻഡ് ബ്ലോക്ക് വയ്ക്കുക. അതിന് മുമ്പായിട്ട് ഈ ഒരു കമാൻഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗെയിം റോൾ കമാൻഡ് ബ്ലോക്ക് ഔട്ട്പുട്ട് ഫാൾസ്. അതിന് നിങ്ങൾ ഇതേപോലെ കമാൻഡ് ബ്ലോക്ക് വെച്ച് കൊടുക്കുക. ആദ്യം നേരെ ഒരെണ്ണം വെച്ച് കൊടുക്കുക, എന്നിട്ട് പിന്നെ ഒരെണ്ണം വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡിലോട്ട് നോക്കിയിട്ട് ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കുക. അത് നിങ്ങൾ ഇൻവെൻട്രിയിൽ നിന്ന് ഒരു റെഡ് സ്റ്റോൺ കമ്പാരിറ്റർ എടുത്തിട്ട് 2 ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കമാൻഡ് ബ്ലോക്കിനകത്ത് നിങ്ങളൊരു ലിവർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ കമാൻഡ് ഗൈസ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന് നിങ്ങൾ ഈ ഒരു കമാൻഡ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഗൈസ് എന്നിട്ട് നിങ്ങൾ ഇവിടെ റിപ്പീറ്റ് സെറ്റ് ആക്കി കൊടുക്കുക. താഴോട്ടൊന്നും ചെയ്യേണ്ട. അടുത്ത ഈ സൈഡിലെ കമാൻഡ് ബ്ലോക്ക് എടുത്തിട്ട് ഈ ഒരു കമാൻഡ് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഡിലേ മാറ്റിയിട്ട് 45 ടിക്സ് ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ഗൈസ് ലാസ്റ്റ് കമാൻഡ് എടുത്തിട്ട് ഈ ഒരു കമാൻഡ് ഇട്ട് കൊടുക്കുക. കമാൻഡ് ബ്ലോക്ക് എടുത്ത് അത് കഴിഞ്ഞ് ഗൈസ് നിങ്ങളൊരു അമ്പും വില്ലും കയ്യിലെടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ അമ്പ് ഇടാനായിട്ട് ബാഹുബലിയായി മാറുന്നതായിരിക്കും, കുറഞ്ഞ ബാഹുബലി. പിന്നെ അമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇമാതിരി ശബ്ദം കേൾക്കും. അത് ചുമ്മാ പറഞ്ഞാൽ ഇതല്ല ശബ്ദം, ഞാൻ ഒറിജിനൽ കേൾപ്പിച്ചത് ഇതാണ്. ചുമ്മാ പറഞ്ഞേ ഗൈസ് ഇതാ ഈ ഒരു ശബ്ദം. അതായത് അത് തമാശ പറഞ്ഞാൽ ഇതാണ് ശബ്ദം, ശരിക്കുള്ള ശബ്ദം ഇതാ കണ്ട. അപ്പോൾ ഈ കമാൻഡൊക്കെ കൊള്ളാമില്ലേ? ഇതുപോലത്തെ കമാൻഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ഇറക്കുന്നതായിരിക്കും. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇതാണ് നമ്മൾ ലാസ്റ്റത്തെ കമാൻഡ്. അപ്പോൾ ഈ കമാൻഡിനായിട്ട് നിങ്ങളൊരു കമാൻഡ് ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഈ ഒരു കമാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളിവിടെ റിപ്പീറ്റ് സെറ്റ് ആക്കി കൊടുക്കുക, ആൾവേസ് ആക്റ്റീവ് സെറ്റ് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞൊരു ലിവർ വെച്ച് ഓൺ ആക്കുക. എന്നിട്ട് കയ്യിലൊരു സ്നോ ബാൾ എടുക്കണം. എടുത്തതിന് ശേഷം നിങ്ങൾ ദൂരെ പോകണം. ദൂരെ പോയിട്ട് ആ ഒരു ബ്ലോക്ക് എടുത്ത് അല്ലെങ്കിൽ ആ സ്നോ ബാൾ എടുത്തൊന്ന് എറിഞ്ഞാൽ മതി. അവിടെ ബോംബ് ഇടുന്നതൊക്കെ പോട്ട് നിങ്ങളെ കൂട്ടുകാരെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വായും തുറന്നുകൊണ്ടിരിക്കത്തില്ലേ? അപ്പോൾ ഈ സ്നോ ബാൾ എടുത്ത് അവർ അണ്ണാക്കിലോട്ട് അങ്ങ് ഇട്ടെടുക്കുക. അവർ അണ്ണാക്കി ഇരുന്ന് പൊട്ടി അപ്പോഴേ വടിയാവുന്നതായിരിക്കും അവർ. അപ്പോൾ ഗൈസ് ഈ ഒരു കമാൻഡ് കൊള്ളാമല്ലേ? ഇതുപോലത്തെ ഇനിയും കമാൻഡുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോ ഭയങ്കര തന്നെ നീളം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 9 മിനിറ്റായി വീഡിയോ. ഇത് പിന്നെ ഭയങ്കര ടൈം വേസ്റ്റ്, നിങ്ങൾക്ക് ബോറാകും ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും കമാൻഡുകൾ ഞാൻ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കും. ബോയ്സ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ എടുക്കുകയാണെങ്കിൽ പ്ലീസ് ഒന്നും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇനിയും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു 200 വ്യൂസ് എത്തിച്ച് എന്നിട്ട് ഒരു 30 ലൈക്കോ ഒന്ന് അടുപ്പിച്ച് തന്നാൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ഇറക്കുന്നതായിരിക്കും. അത് ഇതിനേക്കാൾ ക്രേസി കമാൻഡ്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണേ. അപ്പോൾ ഞാൻ 100 സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്പെഷ്യലായിട്ട് ഒരു സീരീസ് തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ അതേ സീരീസ് ആണ് ഞാനിവിടെ പോളിൽ താഴെ ഈ വീഡിയോയ്ക്ക് ശേഷം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് വോട്ട് ചെയ്യണേ. ബൈ ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.